ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഡെലിവറിക്ക് പോണതിൻ്റെ തലേ ദിവസം എടുത്തതാണ്. നമ്മൾ പെരുന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ തന്നെ അമ്മ ചിക്കനൊക്കെ മേടിച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നു. ഞാൻ ചോറും ചിക്കൻ കറിയാണ് അന്നത്തെ ദിവസം കഴിച്ചത്. പിന്നെ ബബ്ലുവിനെ എടുത്ത് കുറേ നേരം പാട്ടൊക്കെ പാടി. എന്തോ എനിക്ക് അന്നത്തെ ദിവസം പ്രത്യേക ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഡെലിവറിക്ക് പോകുന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. നീയൊരു താരാട്ടുപാട്ടിൻ്റെ കൺമണി പൂങ്കരള് വളര് കൈവളര് തങ്കപ്പൂങ്കാൽ വളര് താഴം ഭൂമി വളര് നാളേക്കൊരുമിച്ചിയല്ലേ നീ കൈവളര് തങ്കപ്പൂങ്കാൽ വളര് താഴം ഭൂമി വളര് അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ ഒരു 2:30 ആയപ്പോൾ എനിക്ക് നൈറ്റ് പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കിടന്നുറങ്ങി. അന്ന് ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ 2:45 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അമ്മയും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാതും എടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ഛൻ, മാമൻ, അനിയൻ, ഞാൻ, ഉണ്ണി എല്ലാവരും കൂടിയിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സൺ ഹോസ്പിറ്റലിലേക്ക് ഒരു 4:30 കൂടിയിട്ട് നമ്മൾ എത്തി. പെയിൻ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് അങ്ങനത്തെ ഒരു ഇതിലൊക്കെ 15 മിനിറ്റ് ഗ്യാപ്പിൽ വരുന്നുണ്ടായിരുന്നു. മ്യൂക്കസ് പ്ലഗ് പോയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലെത്തി. ഞാൻ പെയിൻ അങ്ങനെ അത്ര അങ്ങോട്ട് വരാത്ത കാരണം പോവണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നു, രാവിലെ പോവാന്ന്. പിന്നെ വിഷ്ണുവിൻ്റെ നിന്നൊക്കെ ചീത്ത കേട്ട് രാവിലെ അപ്പം തന്നെ പോയി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവർ പറഞ്ഞു ലേബറിന് നേരെ കയറാൻ പറഞ്ഞു. ആകെ ടെൻഷനായി. പിന്നെ നമ്മൾ വേറെ ലേബർ റൂമിലേക്ക് പോയി. ഇവരൊക്കെ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വന്നിട്ട് അമ്മേനെ അച്ഛനൊന്ന് കാണും. രാവിലെ ആയതുകൊണ്ട് തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ രാവിലെയൊക്കെ ആയപ്പോൾ ഗുളിക തന്നു. അപ്പോൾ ഞാൻ താഴത്തേക്ക് വന്നു കേട്ടോ. റൂമിൽ പൊക്കോളാൻ പറഞ്ഞിട്ട് റൂമിലേക്ക് വന്നു. അപ്പോൾ അതേ നമ്മൾ റൂം ഇതായിരുന്നു. ഇപ്പോൾ 28 നമ്മളൊരു മാസം കഴിഞ്ഞു കേട്ടോ. പെയിൻ ഇടയ്ക്ക് വന്നും പോയി ഇങ്ങനെ നിൽക്കും. 15 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ പോയി നിൽക്കും. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യം 2 ഗുളിക തന്നു. രാവിലെ തന്നെ ഡോക്ടർ വന്ന് PV ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഡൈലേറ്റ് ആയി തുടങ്ങിയിട്ടുള്ളൂ, എന്താ പറയുക, ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഗുളിക വെച്ചിട്ട് പിന്നെ നമ്മൾ പെയിൻ വന്നിങ്ങനെ ഇടയ്ക്കും തിരക്കും വേദന വന്നിങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പ് ഫ്രീ ആകുമ്പോൾ ഇവിടെ വന്നിങ്ങനെ നോക്കിയൊക്കെ നിൽക്കും, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഗ്യാപ്പിലൊക്കെ ആയിട്ട് പെയിൻ വരും. പിന്നെയും ഉച്ചയ്ക്ക് പോയി. പിന്നെ മോളുണ്ട്, പിന്നെ അനിയനും അമ്മയും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അച്ഛൻ വീട്ടിൽ പോകും. ഓരോരുത്തരും മാറി. പിന്നെ വേദന സ്പീഡായി തുടങ്ങിയിട്ട് പിന്നെ ഫുള്ള് ടൈം എന്താ പറയുക, ഇവർ ഓരോരുത്തരായിട്ട് മാറി ഇരിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റി ഉണ്ട് നമ്മളെ കൂടെ നിൽക്കാനുള്ളിൽ. അപ്പോൾ അമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് അമ്മ വരും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാട്ടോ. എനിക്ക് നോർമൽ ഡെലിവറി നടന്നില്ല, C-സെക്ഷൻ ചെയ്യേണ്ടി വന്നു. ഉണ്ണിയുടെ യൂട്രസ് ഹൈ എന്ന് പറഞ്ഞിട്ട് C-സെക്ഷൻ ചെയ്തു കേട്ടോ. അപ്പോൾ നോർമൽ ഡെലിവറിയുടെ എല്ലാ പെയിൻ സഹിക്കുകയും ചെയ്തു. അവസാനം C-സെക്ഷൻ ആവുകയും ചെയ്തു. ആദ്യം തന്നെ C-സെക്ഷൻ എടുത്താൽ മതിയായിരുന്നു. പിന്നെ നമ്മളിത് പിറ്റേ ദിവസത്തെ കേസാണിത്. നമ്മൾ എന്താ പറയുക, ഉണ്ണിയൊക്കെ വന്നിട്ട് അതിൻ്റെ ശേഷമുള്ളതാട്ടത്. അപ്പോൾ അമ്മയും ഉണ്ണിയും ഒക്കെ കൂടി നല്ല രസമായിരുന്നു. 2-3 ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല. വിഷ്ണുവിന് എത്താൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വിഷ്ണു വന്നത് കേട്ടോ. ബബ്ലു സൗണ്ട് വയ്ക്കല്ലേ. അപ്പോൾ ഉണ്ണി വന്നു. ആൺകുട്ടിയാണ്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ബബ്ലുവിന് ഭയങ്കര ഹാപ്പിയായി. പക്ഷെ എനിക്ക് 1 മാസത്തോളം ചെറിയ പേടിയൊക്കെ കാരണം കൊണ്ട് തന്നെ, ചെറിയൊരു ഉറക്കക്കുറവൊക്കെ കാരണം ഞാൻ മുന്നേ എനിക്ക് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വന്നുള്ള കൊണ്ട് തന്നെ ഞാൻ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു ഉറക്കം ശരിയാവാൻ വേണ്ടിയിട്ട്. എനിക്ക് ഉറക്കം മിസ്സാവാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഉള്ള ദിവസത്തെയാണ് കേട്ടോ. അപ്പോഴൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഉറക്കം നമ്മൾ പാല് കൊടുക്കാണ്ടൊക്കെ മിസ്സായപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി
ഈ പറഞ്ഞ പോലെ വേണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. വിഷ്ണു എത്തിയപ്പോൾ തന്നെ എൻ്റെ പകുതി അസുഖം മാറി. പിന്നെ നമുക്ക് ഉണ്ണികൾ രാത്രി എണീക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയൊക്കെ ഓക്കെയാണ്. ഇതാണ് നമ്മുടെ ബേബി ബോയ്. ഇത് ഞാൻ വീട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മളെ ചെക്കൻ്റെ അച്ഛൻ വന്ന് ചെക്കനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ നമ്മളെ ഒരു ചേച്ചി ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും കൂടി അമ്മയ്ക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഇത്രയുള്ള വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.